ബഗ്ദാദിന്റെ മണ്ണിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. അല്ലാഹുവേ, കാണാൻ നല്ല യുവ കോമളനാ, കണ്ടിരുന്നാലും കൊതിക്കും, കാണുവാനായി അരികത്തിരിക്കും. വഴിയോരം പോകണ നേരം വന്നൊരു കൂട്ടമിലേ വന്നിരുന്നോ പെണ്ണുങ്ങളങ്ങനെ യുവാവിനെ കാണുവാനായി. വഴിയോരത്താകെ മറവിൽ ഒളിച്ചു നിൽക്കലായി. ആരാരും വാഴ്ത്തി പറയും യുവകോമളനാം അവരാണെന്ന്. കണ്ടിരുന്നാൽ മധു പറഞ്ഞ് അവരും നീങ്ങിടലായി. യുവകോമളനായി ചെറുപ്പക്കാരനെ കാണാൻ ബഗ്ദാദിന്റെ മണ്ണിലുള്ള കുറെ ഉമ്മമാര്, കുറെ സഹോദരിമാരിങ്ങനെ കാത്തിരിക്കുകയാ. അല്ലാഹുവേ, മറയുടെ പിന്നിൽ അവര് ഒളിച്ചിരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ കടന്നു വരുമ്പോ ഓരോ പെണ്ണും പരസ്പരം പറയും, ഞാനായിരിക്കും വിവാഹം കഴിക്കുന്നത്. അങ്ങനെ സൗന്ദര്യവാനായ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ കല്യാണം വരികയാണ്. പാപ്പ വിളിച്ചു ചെറുപ്പക്കാരനെ, മോനെ, അതാ ഒരു സംസാരം കേൾക്കുന്നുണ്ട്, നിന്നെ കാണാൻ നല്ല സൗന്ദര്യമാണെന്ന് പറയുന്നുണ്ട്, എല്ലാ പെണ്ണുങ്ങളും നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മോനെ, നിനക്ക് ആഗ്രഹമുണ്ടല്ലോ, അല്ലാഹുവേ, ഈ ദുനിയാവിന്റെ പുറത്ത് കുറെ പെണ്ണുങ്ങളുണ്ട്, അല്ലാ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ നീ പറയുവോ, അവരുടെ വീടുമായി കൊണ്ട് വിവാഹം ആലോചിക്കാം എന്ന് പറയുന്ന സമയത്ത് അല്ലാഹുവേ, ആപ്പിള് പോലെ തുടുത്ത് ചുമന്നിരിക്കുന്ന ചെറുപ്പക്കാർ ഒരു വീട് കാണിച്ചു കൊടുത്ത് പാപ്പാക്ക്. പാപ്പ അവിടെ നിന്ന് സ്തംഭിച്ചു പോയി. പടച്ചവനെ, ഇത്രയും കാണാൻ കൊള്ളാവുന്ന, കണ്ണിന്റെ സൗന്ദര്യമുള്ള, കാതിന്റെ സൗന്ദര്യമുള്ള, ചുണ്ടുപോലും ആളുകൾ വർണ്ണിച്ചു പറയുന്ന അങ്ങനെ അതിമനോഹരമായ ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പാപ്പാക്ക് ഒരു വീട് കാണിച്ചു കൊടുത്തു. എന്നാൽ ആ വീട്ടിന്റെ ഉള്ളിലുള്ള പെണ്ണിന്റെ കഥറിയോ, ഇന്ന് വരെ ആരും നോക്കാൻ നിന്നിടുമില്ല, കഥയുമറിയില്ല, ആരാരും അരികത്തായി പോവുകയുമില്ല. അതുകൊണ്ട് പുറം ലോകത്ത് കടന്നു വരാതെ വീടിനകത്ത് കഴിഞ്ഞൊരു പെണ്ണവളാണ് ബീബി സുഹൈരിയ. സുഹൈരിയ എന്ന് പറയുന്നൊരു പെണ്ണാണ്. ആ പെണ്ണിന്റെ വിശേഷണം പറയുന്നത്, അല്ലാഹുവേ, കറുത്തിരുണ്ട പെണ്ണാണ്. കണ്ണ് ഏതാണെന്നറിയില്ല, മുഖമേതാണെന്നറിയില്ല, ശരീരവും അതുപോലെ കണ്ണും മുടിയുമല്ല ഒരേ നിറത്തിൽ ഇരിക്കുന്നൊരു പെണ്ണ്. ബാപ്പയോട് പറഞ്ഞു, ബാപ്പ, ആ കാണുന്ന വീട്ടിലുള്ള പെണ്ണിനെ എനിക്ക് നിക്കാഹ് ചെയ്തു തരണം. ബാപ്പ തന്നെ സ്തംഭിച്ചു പോവുകയാണ്. അല്ലാഹുവേ, ആ പെണ്ണിനെ എവിടെ നിന്ന്, ഈ പെണ്ണിനെ എവിടെ നിന്ന് നിക്കാഹ് ആലോചിച്ചു. അവസാനം അവിടെ നിന്ന് പെണ്ണിന്റെ ബാപ്പ പറഞ്ഞു, നിങ്ങളുടെ മകനും നിങ്ങളുടെ മകനും എന്റെ മകളും പറ്റൂല, നിങ്ങളുടെ മകനും എന്റെ മകളും പറ്റൂല, രാവും ഇരുളും പോലെ ഇരിക്കൂലേ, വേണ്ട. അവിടെ നിന്ന് ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞു, വല്ലാ, ഞാൻ പൊരുത്തപ്പെട്ട് കെട്ടുകയാണ്, വിവാഹം കഴിഞ്ഞു. പടച്ച റബ്ബേ, ഈ പെണ്ണിന് വല്ലാത്ത സ്നേഹമാണ് തന്റെ ഭർത്താവിനോട്. തന്റെ ഭർത്താവിനോട് അതിരറ്റ സ്നേഹത്തോടുകൂടി കടന്നു പോകുകയാണ്. അങ്ങനെ കടന്നു പോകുന്ന സമയമുണ്ടല്ലോ, തന്റെ ഭർത്താവിന് ആരോ നല്ല വിലപിടിപ്പുള്ളൊരു വജ്രം പോലത്തെ ഒരു സാധനം കൊടുത്തു. അത് താഴെ വീണ പൊട്ടിപ്പോകുന്ന ഒരു സാധനമാണ്. അല്ലാഹുവേ, ഒരു വേള വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോ തന്റെ ഭാര്യയോട് പറഞ്ഞിട്ട് പോയി, മോളെ, ഈ ദുനിയാവിൽ എന്തു നീ നശിപ്പിച്ചാലും എന്തൊക്കെ ഇല്ലാതാക്കിയാലും ഞാൻ നിന്നെ ഒന്നും പറയൂല, പക്ഷേ എനിക്ക് ഈ തന്നിരിക്കുന്ന വിലപിടിപ്പുള്ള സമ്മാനമുണ്ടല്ലോ, ഈ സമ്മാനം താഴെയിട്ടാ പിന്നെ പ്രശ്നം വേറെയാണ്. ഭാര്യക്ക് വല്ലാതെ വേജാറായി. അല്ലാഹുവേ, സുഹരിയ എന്ന് പറയുന്ന പെണ്ണ് അവിടെ നിന്ന് സൂക്ഷ്മതയോടുകൂടി കടന്നു പോവുകയാ. ഒരു വേള തന്റെ ഭർത്താവിന്റെ വസ്ത്രം എടുത്ത് മാറ്റി വെക്കുമ്പോ തന്റെ ഭർത്താവിന്റെ വസ്ത്രത്തിന്റെ ചാരിയിരുന്ന ഗ്ലാസ് പോലെയുള്ള സ്ഫടികം വജ്രം, സുബ്ഹാനല്ലാഹ്, അതങ്ങ് താഴേക്കങ്ങ് വീണു പോവുകയാണ്, താഴേക്കങ്ങ് വീണു പോവുകയാണ്. അല്ലാഹുവേ, തന്റെ ഭർത്താവോടന്ന് കടന്നു വരുമ്പോ തന്റെ ഭാര്യക്ക് പനി പിടിക്കുകയാണ്. തന്റെ ഭാര്യക്ക് പനി പിടിക്കുകയാണ്, ശരീരം വിറക്കുന്നുണ്ട്. ചോദിച്ചു, തൊട്ടു നോക്കിയിട്ട് സ്നേഹമുള്ള ഭർത്താവാണ്, നെറ്റിയിൽ തൊട്ടു. ചോദിച്ചു, മോളെ, നിനക്ക് പനിക്കുന്നുണ്ടല്ലോ. ഇന്നത്തെ ഭർത്താവ്, അല്ലാഹുവേ, നല്ല ചൂടുണ്ടല്ലോ മോളെ, പെട്ടെന്ന് വാ, നമുക്ക് വൈദ്യന്റെ അടുക്കൽ പോകാം. എനിക്ക് ആ പനിയൊന്നുമല്ല. അവിടെ നിന്നതാ സുഹരിയ എന്ന് പറയുന്ന പെണ്ണ് പറഞ്ഞു കൊടുക്കാൻ, എനിക്ക് പനി വരാറുള്ള കാരണം എന്തെന്നറിയോ, എനിക്ക് പനി വരാനുള്ള കാരണം എന്തെന്നറിയോ, ഭർത്താവേ, നിങ്ങൾ പറഞ്ഞ് എന്ത് നശിപ്പിച്ചാലും ഇന്നതുപോലെ ഈ സാധനം നശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞല്ലോ. വല്ലാ, അറിയാതെ എന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിയിട്ടുണ്ട്. ആ സമയമാണ് ഫതബസ്സമാ, ഭർത്താവ് അങ്ങ് പുഞ്ചിരിച്ചു. അതിന്
അവരെത്ര കരയാനെന്തിരിക്കുന്നു, അതിന് പനി പിടിച്ചെന്തിനാണ്, അതിനെന്തിനാണ് നീ ബേജാറായി പോയത്, അതിന് ഒരുപാട് വിലയുണ്ടെങ്കിലും നിന്റെ അത്ര വിലയൊന്നും അതിനില്ല മോളെ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ തന്റെ ഭാര്യയെ ചേർത്ത് പിടിച്ചതേ ഉള്ളൂ. തന്റെ ഭാര്യയുടെ മുഴുവൻ അസുഖവും മാറി. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, എന്റെ ഉമ്മമാർ ഈ ചരിത്രം നിങ്ങളുടെ ഭർത്താക്കന്മാർക്കൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ അരികത്തേക്കൊന്ന് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, അലിയേ, എന്റെ ഭാര്യ കിടപ്പിലാണ്, അവർക്ക് വല്ലാത്ത രോഗമാണ്, ഏത് സമയത്തും സങ്കടത്തോടെ എന്റെ ഭാര്യ കടന്നു പോകുന്നവളാണ്, എപ്പോഴും സങ്കടമാണ്, എപ്പോഴും ദുഃഖമാണ്, എപ്പോഴും പ്രയാസമാണ്, എന്ത് പറ്റിയെന്നറിയില്ലല്ലോ. ഉടൻ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ കടന്നു വന്ന ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഞാൻ 3 ചോദ്യം നിന്നോട് ചോദിക്കാം. ആ ചോദ്യത്തിന് അല്ലാഹുവിനെ തന്നെയാണ് സത്യം, കറക്റ്റായിട്ട് നീ പറയണം, നുണ പറയരുത്. അവിടെ ചോദിച്ചു, ഞാൻ ചോദിക്കട്ടെ, നിന്റെ ഭാര്യയെ നീ എപ്പോഴും വഴക്ക് പറയാറുണ്ടോ? നഅം യാ അലി, ഞാൻ പറയാറുണ്ട്. രണ്ടാമത്തെ ചോദ്യം അലിയാർ ചോദിച്ചു, അവളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ നീ അവളെ കുറ്റപ്പെടുത്താറുണ്ടോ? നഅം യാ അലി. മൂന്നാമതായിട്ട് അവരോട് പറയുകയാണ്, ചോദിക്കുകയാ, നീ എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുമ്പോ നിന്റെ ഭാര്യയോട് സന്തോഷത്തിന്റെ പുഞ്ചിരി ഒന്ന് ചിരിക്കാറുണ്ടോ? അവിടെ പറഞ്ഞ വല്ലാഹില. 3 കാര്യം ശ്രദ്ധിക്കണേ, 3 കാര്യം. ഒന്ന്, നീ നിന്റെ ഭാര്യ എപ്പോഴും കുറ്റപ്പെടുത്താറുണ്ടോ? ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അവിടെ നിന്ന് വല്ലാഹി, അല്ലാഹനെ തന്നെയാണ് സത്യം, കള്ളം പറയരുത്. നീ നിന്റെ ഭാര്യ കുറ്റപ്പെടുത്തും, ഞാൻ ചെയ്യും തങ്ങളെ. രണ്ടാമത്തെ ചോദ്യം, എന്തെങ്കിലും നിന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഒരു പിഴവ് സംഭവിച്ചു പോയാൽ നീ അതിനെ ആക്ഷേപിക്കും. നഅം യാ അലി. ഓക്കേ, നീ എപ്പോഴെങ്കിലും നിന്റെ ഭാര്യ, നീ ഇപ്പൊ രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോ നീ നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി എനിക്കൊരു പിണക്കോ ഇല്ല എന്ന് പറഞ്ഞ് ഒരു പുഞ്ചിരി നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി കൊടുക്കാറുണ്ടോ? വല്ലാഹില, ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഇന്നിപ്പോ നമുക്കില്ലാത്തൊരു സ്വഭാവം, നമ്മളിൽ ഒരാൾക്കും ഇല്ലാത്തൊരു സ്വഭാവമാണിത്, ഇല്ലേ? എന്നാൽ അവിടെ നിന്റെ പ്രിയമുള്ളവർ അരിയാർ ഞങ്ങൾ പഠിപ്പിക്കാണ്, വീട്ടിന്റെ ഘട്ടത്തിലുള്ള ഭാര്യയോട് നിന്റെ ഭാര്യയുടെ രോഗം മാറണോ? ഈ മൂന്ന് കാര്യങ്ങൾ നല്ലതുപോലെ നീ രക്ഷപ്പെട്ടു. വീട്ടിന്റെ ഉള്ളിലുള്ള ആ ഭാര്യയോട് ഈ 3 കാര്യം നീ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ഭാര്യക്ക് ഒരു രോഗവും ഇല്ല എന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അതിനെ വ്യക്തമാക്കി തരാം. നല്ലതുപോലെ ശ്രദ്ധിക്കാം. അലിയാർ പറഞ്ഞു, നീ ഒരിക്കലും നിന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തരുത്. എന്ത് വന്നാലും അതിനെ നല്ലതുപോലെ സന്തോഷിപ്പിച്ച് നല്ല വർത്താനം പറഞ്ഞു. ഭാര്യ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഇട്ടിട്ട് അസർ നിസ്കാരം കഴിഞ്ഞിട്ട് ഭർത്താവിനെ ഇരിക്കാൻ അവിടെ വീടിന്റെ കോലായി. ഭാര്യ പാവം വന്നിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ ഇന്നിരിക്കാന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങോട്ട് വെച്ചേക്ക്, എങ്ങനെ അവളെല്ലാം വെച്ചേക്ക്, ഞാൻ എടുത്തോളാം. അതൊരിക്കലും നമ്മൾ ചെയ്യരുത്. ഭാര്യ സന്തോഷകരമായി ഒരു കാര്യം നമ്മുടെ കയ്യിൽ കൊണ്ടു തന്നാൽ അത് നമ്മൾ കൈ കൊണ്ട് മേടിക്കണം. എത്ര നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിലും അവർ കൊണ്ടുതരുന്ന ആ ഒരു ഗ്ലാസ് ചായ അത് അവരുടെ മനസ്സാണ്. അപ്പൊ ഉസ്താദ്, ചായ ആണോ മനസ്സ്? അങ്ങനെ ചോദിക്കരുത്. കാരണം നിങ്ങൾക്ക് എന്റെ ഇത് മനസ്സിലാക്കി തരണം, എന്റെ പിന്നെ ഗൗരവം. ആ ഒരു ഗ്ലാസ് ചായ അവർ ഇട്ടുകൊണ്ട് തരുമ്പോ അവരുടെ മനസ്സല്ല, എന്റെ ഇക്കാക്കാണല്ലോ ഞാൻ ചായ ഇട്ട് കൊടുക്കുന്നു. അൽഹംദുലില്ലാ, അവർ നല്ല സന്തോഷത്തോട് ഇട്ടുകൊണ്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോ അങ്ങോട്ട് വെച്ചേക്കുവാണ്. അതെന്താ അങ്ങനെ പറയാൻ? അവർ കുറെ നേരം നമ്മൾ അങ്ങനെ പറഞ്ഞാലും അവരിങ്ങനെ വെച്ചോണ്ടിരിക്കും, അവരുടെ മനസ്സ് പാടും, ഇല്ലേ? എന്നാൽ അവിടെ അലിയാർ തങ്ങൾ പറഞ്ഞു, തന്റെ ഭർത്താവ് തന്റെ ഭാര്യയോട് മോശമായി പെരുമാറുമ്പോഴും അവരോട് വഴക്കുണ്ടാക്കുമ്പോഴുമാണ്, അവർ ചെയ്യുന്ന നന്മകളെ കുറ്റപ്പെടുത്തുമ്പോഴുമാണ് അവർക്ക് മാരകമായ രോഗം വരുന്നത്, അവർക്ക് സങ്കടം വരുന്നത്, അവരുടെ ഖൽബിന്റെ ഉള്ളിൽ വല്ലാതെ ടെൻഷൻ വരുമ്പോ അവർ രോഗികളായി മാറുമെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവേ, അന്നീ ചെറുപ്പക്കാരെ ഓടുകയാണ്. പനി പിടിച്ച് പൊരിഞ്ഞു കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ അരികത്തേക്ക് ചെന്നു. പനി പിടിച്ച് പൊരിഞ്ഞു കിടക്കുന്ന ഭാര്യയുടെ അരികത്തേക്ക് അങ്ങ് ചെല്ലുകയാണ്. ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, ഇന്നു മുതൽ വല്ലാഹ് നീ എന്ത് ചെയ്താലും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല, നീ എന്ത് പറഞ്ഞാലും ഞാൻ നിന്നെ കളിയാക്കൂല, നീ ഏതൊക്കെ നന്മ ചെയ്തോ ആ നന്മകൾക്ക് മുഴുവനും ഞാൻ നിന്നോടൊപ്പം കൂടെ നിൽക്കുമെന്ന് ഈ ചെറുപ്പക്കാരൻ ചെന്നുകൊണ്ട് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് ഒരു ഗ്ലാസ് വെള്ളമെടുത്തിട്ട് ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ വെള്ളം കൊണ്ട് കുടിച്ചോ, നിന്റെ രോഗം അല്ലാഹു മാറ്റും. വളച്ചവനെ, ആ ഒരു ഗ്ലാസ് വെള്ളമങ്ങ് മേടിച്ചങ്ങ് കുടിക്കുമ്പോ വയറ് പോലെ പെണ്ണങ്ങ് എഴുന്നേൽക്കുകയാണ്. ഇന്ന് വരെ ഒരു ഗ്ലാസ് വെള്ളം തന്റെ ഭാര്യന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ടില്ല. ഇന്നത് അലിയാർ ഞങ്ങളുടെ വാക്ക് കേട്ട് ഒരു ഗ്ലാസ് വെള്ളം പനിച്ച് പൊരിഞ്ഞു കിടക്കുന്ന ഭാര്യയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. അത് മേടിച്ച് കുടിച്ചു. പിന്നെ ആ പെണ്ണ് സുഖമില്ലാതെ കിടന്നിട്ടുണ്ട് എന്നൊരു കഥ അലിയാർ കേട്ടിട്ടില്ല.